ഹായ് ഹലോ, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വലിയൊരു കൃഷിസ്ഥലം കാണിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ കായ്കനികളൊക്കെ ആയിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി തുള്ളിച്ചാടി പോകുന്ന കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ച് ദൂരം ഒന്ന് നടന്ന് പോകാനുണ്ട്. അതേ അങ്ങോട്ടേക്ക് നടന്ന് പോവാണേ. അപ്പോൾ ഇതായിരുന്നു സ്ഥലം കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു സ്ഥലത്ത് ഇത്രയും പുല്ലോ കാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നട്ട് വരുന്ന ഒരു ടൈം ആയിരുന്നില്ലേ. പച്ചക്കറികളൊക്കെ ഇങ്ങനെ പന്തലിച്ചിട്ട് കാട് കയറിയ അവസ്ഥയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സ്ഥലം. ഇനി ഞാൻ ഇവിടെ ഉണ്ടായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തോട്ടത്തിലുണ്ടായ പച്ചക്കറികളാണ്. അപ്പോൾ വെള്ളരിക്കേൻ്റെ ഒരു സ്ഥലം കേട്ടോ ഇത്. വെള്ളരിക്ക ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് ചീരയുടെ സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീരയൊക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും പറിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ ചീരയൊന്നും ഇല്ല കേട്ടോ, ചീരയൊക്കെ ഏകദേശം പറിച്ചേ. അപ്പോൾ ഇത് വെണ്ടയ്ക്കയുടെ ഒരു ചെറിയ തോട്ടമാണ്. വെണ്ടയ്ക്കൊക്കെ നല്ല രീതിക്ക് തന്നെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം പറിക്കേണ്ട തോതായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ തക്കാളിയും അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഏകദേശം പഴുത്ത് വരുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ നേരത്തെ കാണിച്ച ആ വെള്ളരിക്ക തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളരിക്കകൾ ഒരുപാടുണ്ട് ഉള്ളോട്ടൊക്കെ ആയിട്ട്. ഇത് ജസ്റ്റ് ആ പുറത്തുനിന്ന് ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ അധികം ഇതിലൊന്നും പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലിൻ്റെ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് അധികം അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതാണ് പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുറേ പൊട്ടിക്കകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പൊട്ടിക്കകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ പറിച്ച് ഇനി ഉള്ളോട്ടുണ്ട്, കുറേ കുഞ്ഞു കുഞ്ഞുണ്ട്. അതിലൊന്ന് വലുത് എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. പിന്നെ എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകമാണ്. എന്താണെന്നറിയാം ഇപ്പം ഞാൻ എന്താ ഈ തിരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കിരി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എടുത്ത് വീഡിയോയിൽ കാണിക്കുന്നുള്ളത് കേട്ടോ മനസ്സിലാവാത്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ തലയിലൊക്കെ എന്തൊക്കെയാണ് കയറി കൂടിയേ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടത് ഒരു കക്കിരി താഴെ കണ്ടത് വേഗം തന്നെ അങ്ങ് കാണിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടോ. കുറച്ച് നല്ല ലൈറ്റ് ഗ്രീൻ കളറിലായിട്ടുള്ള ഒരു കക്കിരിക്കയാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു സൈസ് കക്കിരിക്കയല്ല കാണാറുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ സ്ഥലത്തുള്ള അല്ല, എന്നാലും അത് കണ്ടപ്പം ഭയങ്കര ഒരു ആകാംക്ഷ തോന്നിയിട്ട് ഓടിച്ചാടി പോകുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു സ്ഥലത്ത്. അപ്പം അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം കാഴ്ച വരുന്നേ ഉള്ളൂ. ഇത് വലുതായിട്ടൊന്നുമില്ല. വലുതായി എന്താവും എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയത്തില്ല. മധുരച്ചോളാണോ അല്ലെങ്കിൽ മറ്റേ ചോളാണോ ഒന്നും അറിയില്ല. എന്നാലും കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി കേട്ടോ. ആദ്യമായിട്ടാണ് ചോളം ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. ഇത് പച്ചക്കറികളൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് എടുത്ത കുണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച വിശേഷങ്ങൾ. അതുപോലെ വീട്ടിന് മുമ്പിലുണ്ടായതും ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുട്ടി ചീരയായിരുന്നു. ഇതൊക്കെ വലുതായി കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു. ഇതേ കുറച്ച് പറിക്കാനുണ്ട്. മുല്ലങ്കിയൊക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനി പറിക്കാൻ കുറേ ബാക്കിയുണ്ട്. പിന്നെ ഇവിടെയും കുട്ടി ചോളായിരുന്നു അന്ന് കാണിച്ചത്. അതൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പോലെ ചോളം ഇവിടെയും കായ്ക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോയിലെ വിശേഷങ്ങൾ. ടാറ്റാ.